നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. അതിനായി 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ നെല്ലിക്ക ഉപയോഗിക്കാം. ഈ നെല്ലിക്ക നന്നായി കഴുകിയെടുത്ത് നെല്ലിക്ക മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിക്കുക. നെല്ലിക്കനേക്കാളും കുറച്ച് പൊക്കത്തിലായിരിക്കണം വെള്ളം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കാന്താരി മുളക്, വെളുത്തുള്ളി ഇവയെല്ലാനും കൂടി ഇട്ട് തിളപ്പിക്കാൻ വെക്കുക. കാന്താരി മുളക് ഇല്ലാത്തവർ പച്ചമുളക് ഇട്ടാലും മതി. പിന്നെ മുളക് പൊടി ഇട്ടതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിൽ വിനാഗിരി ഇടാതെയാണ് ഉപ്പിലിടുന്നത്. ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, അതുകൊണ്ട് പൂപ്പൽ ഉണ്ടാവില്ല. അപ്പോൾ വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് വെന്ത് വരും. അതാണ് അതിൻ്റെ പാകം. അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. നെല്ലിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ അത് വെന്ത് വരും. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്ത ശേഷം നെല്ലിക്കയുടെ കുരു അടർത്തി കളയുക. എന്നിട്ട് കുപ്പിയിലാക്കി ഇത് വെക്കാം. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ, കായപ്പൊടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കായപ്പൊടി ഇടാം. അതിനുശേഷം അതടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് പൂപ്പൽ ആവശ്യ സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ പൂപ്പലൊന്നും പിടിക്കില്ല ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പച്ച നെല്ലിക്ക ഫ്രിഡ്ജിൽ അധികം നാൾ വെച്ചാൽ അത് ചീത്തയായി പോകും. അപ്പോൾ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. വിനാഗിരി ഇടാത്തത് കൊണ്ട് ഇതിൻ്റെ ചാറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉപ്പിലിട്ട നെല്ലിക്ക വെച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ്. ഉപ്പിലിട്ട നെല്ലിക്കയും അതിൻ്റെ കുറച്ച് ചാറും വെളുത്തുള്ളിയും പിന്നെ കാന്താരി മുളകും കൂടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചാലിക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇടണം. ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ട് ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം. ആവശ്യത്തിന് മാത്രം അത് ഉപ്പിടണം. നന്നായി കൈകൊണ്ട് നന്നായി ചാലിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള ഉപ്പിലിട്ട ചമ്മന്തിയാണ്, നെല്ലിക്ക ചമ്മന്തിയാണത്. ഇത് പച്ച നെല്ലിക്ക വെച്ച് ചമ്മന്തി ഉണ്ടാക്കുന്ന വിധമാണ്. നെല്ലിക്ക വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്, എന്നാൽ നല്ല ഗുണവുമുള്ളതാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങ, ഉള്ളി, പിന്നെ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, കാന്താരി മുളക് എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൽ 2 നെല്ലിക്കയാണ് എടുക്കുന്നത്. ഇതെല്ലാം നെല്ലിക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയിലിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇതിട്ട് നമുക്ക് അരച്ചെടുത്താൽ നെല്ലിക്ക ചമ്മന്തി റെഡി. നെല്ലിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റുള്ള ചമ്മന്തി പോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാത്ത നെല്ലിക്ക ചമ്മന്തി.